വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം 14 മുതൽ 26 വരെ. ഒരിക്കൽ അവൻ ഊമയായ ഒരു ഭൂതത്തെ പുറത്താക്കി. ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു. പുരുഷാരം ആശ്ചര്യപ്പെട്ടു. അവരിൽ ചിലരോ, ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലെ കൊണ്ടാകുന്നു അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു. വേറെ ചിലർ അവനെ പരീക്ഷിച്ച് ആകാശത്തു നിന്ന് ഒരടയാളം അവനോട് ചോദിച്ചു. അവൻ അവരുടെ വിചാരം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, തന്നിൽ തന്നെ ഛിദ്രിച്ച രാജ്യമെല്ലാം പാഴായിപ്പോകും, വീട് ഓരോന്നും വീഴും. സാത്താനും തന്നോട് തന്നെ ഛിദ്രിച്ചു എങ്കിൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ബേൽസെബൂലെ കൊണ്ടാകുന്നു ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ഞാൻ ബേൽസെബൂലെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപതികൾ ആകും. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെയിരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധവർഗം പിടിച്ചു പറിച്ച് അവൻ്റെ കൊള്ള പകുതി ചെയ്യുന്നു. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരഞ്ഞു നടക്കുന്നു. കാണാഞ്ഞിട്ട് ഞാൻ വിട്ടുപോന്ന വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് പറഞ്ഞു ചെന്ന് അത് അടിച്ചുവാരിയും അലങ്കരിച്ചും കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവയും അതിൽ കടന്ന് പാർത്തിട്ട് ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിനേക്കാൾ വല്ലാത്തതായി ഭവിക്കും. യേശുക്രിസ്തു ഒരിക്കൽ ഊമനായൊരു ഭൂതത്തെ പുറത്താക്കി. ഒരു ഭൂതമാണ് ഈ മനുഷ്യനെ സംസാരിക്കാനോ കേൾക്കുവാനോ കഴിവില്ലാത്തവനാക്കി മാറ്റിയത്. പല ആളുകളും ചിന്തിക്കുന്നത്, അധികമൊന്നും സംസാരിക്കാതെ വായ് മൂടിയിരിക്കുന്നവർ, പല കാര്യങ്ങളും കേട്ടിട്ടും പ്രതികരിക്കാത്തവർ, ഇവരൊക്കെ വളരെ നല്ല ആളുകളാണ്, സാധുക്കളാണ് എന്നാണ്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് അവൻ ഭൂതം ബാധിച്ചവനായിരുന്നു എന്നാണ്. ഒന്നും മിണ്ടാതെ ഒന്നും കേൾക്കാതെ ഇരിക്കുന്നവൻ. അത് ആത്മീയതയുടെ ലക്ഷണമല്ല. ചില ആളുകൾ അവർ ദൈവത്തെ സ്തുതിക്കാനോ ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് പറയാനോ വായി തുറക്കാറില്ല. അവർ പറയുന്നത് ഞാനൊരു സാധു മനുഷ്യനാണ്, എൻ്റെ ഭക്തിയൊക്കെ ഉള്ളിലാണ് എന്നാണ്. അത് വാസ്തവമല്ല. അതുപോലെ തന്നെ കേൾക്കാൻ കഴിയാത്തവർ, പല കാര്യങ്ങൾ കേട്ടിട്ടും പ്രതികരിക്കാത്തവർ, അവർക്ക് പ്രാഥമികമായി ദൈവവചനം കേൾക്കുവാനുള്ള കാതില്ല, അതവരുടെ ഹൃദയത്തിൽ കടക്കുകയുമില്ല. ഇതൊക്കെ പിശാചിൻ്റെ പ്രവർത്തനങ്ങളുടെ ലക്ഷണമാണ്. 4 തരം മണ്ണിനെക്കുറിച്ചുള്ള ഉപമ കർത്താവ് പറഞ്ഞു. വിത്ത് വിതയ്ക്കുന്ന ആൾ വിത്ത് വിതച്ചു. അതിൽ 1-ാമത്തെ തരം നിലം വഴിയരികെ വീണ വിത്താണ്. ആ വചനം കേട്ടയാളുടെ ഉള്ളിൽ പ്രവേശിച്ചേയില്ല, കേൾക്കാൻ കഴിയില്ല. കാരണം പിശാച് ആ വചനം എടുത്തുകൊണ്ടു പോകുന്നു. ദൈവവചനം കേൾക്കാൻ കഴിയാത്തതും ദൈവത്തെ സ്തുതിക്കാനോ ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് പറയാനോ കഴിയാത്തവർ, അവർ സാധുക്കളല്ല, ഭക്തിയുള്ള ആളുകളല്ല. അവർ മിണ്ടാതിരിക്കുന്നത് ആത്മീയതയുടെ ലക്ഷണവുമല്ല. അത് അവർ പിശാചിൻ്റെ നിയന്ത്രണത്തിലുള്ളവർ ആയിരിക്കുന്നത് കൊണ്ടാണ്. യേശു ഇത്തരത്തിലുള്ള ഒരു മനുഷ്യന് സൗഖ്യം കൊടുത്തു. ഇത് കണ്ടപ്പോൾ ആളുകൾ വളരെയധികം അത്ഭുതപ്പെട്ടു. കാരണം ഈ മനുഷ്യൻ ഒരിക്കലും ഒന്നും കേട്ടിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ടുമില്ല. ഒരു ദിവസം പൊടുന്നനെ അയാൾ സംസാരിക്കാൻ തുടങ്ങിയത് അയാളെ പരിചയമുള്ളവർക്കും അവിടെ കൂടി നിന്നവർക്കും വലിയ അത്ഭുതമായി. ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരടയാളവുമായിരുന്നു. പക്ഷേ കണ്ടുനിന്ന പുരുഷാരം അത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ കർത്താവ് ചെയ്ത അത്ഭുതമാണെന്ന് അംഗീകരിക്കാൻ തയ്യാറായില്ല. അവരുടെ ഇടയിൽ 2 തരത്തിലുള്ള ആളുകളാണ് ഉണ്ടായത്. ഒരു കൂട്ടർ പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ
ബേൽസെബൂലെ കൊണ്ടാകുന്നു ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ബേൽസെബൂൽ എന്ന് പറഞ്ഞാൽ ഫെലിസ്തീയരുടെ ഒരു ദൈവമാണ്. എക്രോൻ എന്നാണ് ആദ്യം വിളിച്ചു വരുന്നത്. പിന്നീട് ആ പേര് ബേൽസെബൂൽ എന്നായി. ഈ കർത്താവിൻ്റെ കാലത്ത് ഭൂതങ്ങളുടെ തലവനെ ബേൽസെബൂൽ എന്ന് വിളിച്ചാണ് ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്. ബേൽസെബൂൽ എന്ന പ്രയോഗം നാം രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അവിടെ ആഹാബ് രാജാവിൻ്റെ മകനായ അഹസ്യ രാജാവിനൊരു വീഴ്ചയുണ്ടായി. ആ അപകടത്തിൽ നിന്ന് താൻ രക്ഷപ്പെടുമോ എന്നറിയാൻ താൻ ആളുകളെ ഫിലിസ്തീയരുടെ ദൈവമായ ബേൽസെബൂലിൻ്റെ അടുത്തേക്ക് അയച്ചു എന്ന് നാം വായിക്കുന്നു. അത് കണ്ട് ഏലീയ പ്രവാചകൻ അയാളെ ശാസിക്കുകയാണ്. ഇസ്രയേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നീ അന്യജാതിക്കാരുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ ആലോചന ചോദിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. രോഗസൗഖ്യത്തിനു വേണ്ടി ബേൽസെബൂലിൻ്റെ അടുത്ത് പോയത് ഇസ്രയേലിലെ ഒരു രാജാവ് തന്നെയാണ്. ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് യേശു രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് ഒരു കൂട്ടർ പറഞ്ഞു. അടുത്ത കൂട്ടർ അവരും യേശുവിൽ വിശ്വസിച്ചില്ല. അവർ യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നീ ഈ രോഗിയെ സൗഖ്യമാക്കിയതൊക്കെ കൊള്ളാം, പക്ഷേ ആകാശത്തു നിന്നൊരടയാളം കാണിക്കാമോ? ഇതായിരുന്നു അവരുടെ ആവശ്യം. ഈ 2 കൂട്ടരും ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അത് വിശ്വസിക്കാൻ മനസ്സില്ലാത്തവരാണ്. ദൈവം മനുഷ്യനായി അവരുടെ ഇടയിൽ വസിക്കുകയും അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ തൻ്റെ അത്ഭുതങ്ങൾ വഴി അവർക്ക് തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും അവർക്ക് വിശ്വസിക്കാൻ മനസ്സില്ല. അപ്പോൾ ഒരു കൂട്ടർ പറയുന്നു ഇവൻ ഈ ചെയ്യുന്നതെല്ലാം പിശാചിൻ്റെ ശക്തി കൊണ്ടാണ്. മറ്റവർ പറയുന്നു ആകാശത്ത് നിന്നൊരു അത്ഭുതം കാണിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ നാം ചിന്തിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം ഇതാണ്. ഇവരെ ഇത്ര കഷ്ടപ്പെട്ട് വിശ്വസിപ്പിച്ചിട്ട് ദൈവത്തിന് എന്ത് കിട്ടാനാണ്? ഇവർ ദൈവത്തിൽ വിശ്വസിച്ചാൽ ഇവർക്കാണ് ഗുണം, ദൈവത്തിനല്ല. ഇതൊക്കെയാണെങ്കിലും ദൈവം അവർക്ക് വിശ്വസിക്കുവാൻ മതിയായ നിലയിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷേ അവർക്ക് അത് വിശ്വസിക്കാൻ മനസ്സിലായിരുന്നു. അവർ പറയുന്നു ഇവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നത് ബേൽസെബൂലിനെ കൊണ്ടാണ്, അതായത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് മറ്റ് ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഇതിന് നമ്മുടെ കർത്താവ് പറഞ്ഞ മറുപടിയാണ് 17-ാം വാക്യം മുതൽ നാം വായിക്കുന്നത്. അവരുടെ വിചാരം, അവരുടെ മനസ്സിലുള്ള ചിന്ത അവൻ അറിഞ്ഞിട്ട് അവരോട് പറയുകയാണ്, തന്നിൽ തന്നെ ഛിദ്രിച്ച രാജ്യമെല്ലാം പാഴായിപ്പോകും, വീട് ഓരോന്നും വീഴും. ഇത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമുള്ള കാര്യമല്ല. ഒരു രാജ്യത്ത് ആഭ്യന്തര യുദ്ധമുണ്ടായാൽ ആ രാജ്യത്തെ ശത്രു രാജ്യങ്ങൾക്ക് കീഴടക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ശത്രുക്കൾ ഇല്ലെങ്കിൽ പോലും ആ രാജ്യം നശിച്ചു പോകും. അങ്ങനെ അനേക രാജ്യങ്ങൾ ആഭ്യന്തര കലഹം മൂലം നശിച്ചത് നമുക്കറിയാമല്ലോ. ഒരു ഭവനത്തിൻ്റെ കാര്യവും അതാണ്. ഒരു ഭവനത്തിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ ഐക്യമാണ്. അവർ ഒത്തൊരുമിച്ച് ജീവിക്കുക, കുടുംബാംഗങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. ഇതാണൊരു കുടുംബത്തിൻ്റെ ശക്തി. അതിന് പകരം കുടുംബാംഗങ്ങൾ തമ്മിൽ ഛിദ്രമുണ്ടായാൽ ആ വീട് നിലനിൽക്കില്ല. ഇപ്പോൾ കർത്താവ് ആ പ്രമാണം ഭൂതങ്ങളുടെ രാജ്യത്തെക്കുറിച്ച്, ഭൂതങ്ങളുടെ ലോകത്തെക്കുറിച്ച് പറയുകയാണ്. ബേൽസെബൂലെ കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അതാണ് കർത്താവരോട് ചോദിക്കുന്നത്. ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ ഞാൻ മറ്റു ഭൂതങ്ങൾക്കെതിരായി പ്രവർത്തിപ്പിച്ചാൽ ഭൂതങ്ങളുടെ രാജ്യത്തിൽ ഒരു ഛിദ്രമുണ്ടായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭൂതങ്ങളുടെ രാജ്യം നിലനിൽക്കുകയില്ല. ഭൂതങ്ങളുടെ രാജ്യം നിലനിൽക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. നിലനിൽക്കുന്നതിൻ്റെ കാരണം അവരുടെ ഇടയിൽ ഛിദ്രമില്ല, അതുകൊണ്ടാണ്. കർത്താവ് പറയുന്നത് സാത്താൻ്റെ രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ അത് നിലനിൽക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് വാസ്തവമല്ല. പിന്നെ താൻ മറ്റൊരു കാര്യം അവരോട് പറയുന്നു. നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ടാകുന്നു ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കർത്താവ് ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞവരുടെ മക്കൾ, അവർ ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്.
ഇത് കൃത്യമായി എങ്ങനെയാണ് എന്ന് നമുക്കറിഞ്ഞുകൂടെങ്കിലും കേട്ടവർക്ക് കാര്യം മനസ്സിലായി എന്ന് ഈ ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. യഹൂദന്മാരുടെ ഇടയിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നവരുണ്ടായിരുന്നു. അത് ചിലരൊക്കെ ഇവരുടെ മക്കൾ തന്നെയായിരുന്നു. കർത്താവ് ഇപ്പോൾ അവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ മക്കൾ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. അവരെങ്ങനെയാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്? ബെൽസബൂലെ കൊണ്ടാണോ? നിങ്ങളുടെ വാക്കുകൾ തന്നെ നിങ്ങളെ ന്യായം വിധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ തന്നെ നിങ്ങളെ ന്യായം വിധിക്കും. ഇവർ കർത്താവിനെ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണമല്ല കണ്ടെത്തിയത്, കർത്താവിനെ വിശ്വസിക്കാതിരിക്കാനുള്ള ഒഴിവ് കഴിവാണ്. അവർ കണ്ടുപിടിച്ച ബാലിശമായ ഈ ഒഴിവ് കഴിവ് അത് തന്നെ അവർക്കെതിരെ സംസാരിക്കും, അവരെ ന്യായം വിധിക്കും എന്ന് കർത്താവ് പറഞ്ഞു. പിന്നെ താനൊരു മുന്നറിയിപ്പ് അവർക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ പറയുന്നു ഞാൻ ബേൽസബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ഇനി അങ്ങനെയല്ല, ഞാൻ ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. ദൈവമാണ് എന്നിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുത്ത് വന്നു എന്ന കാര്യത്തിൽ ഇനി സംശയിക്കേണ്ട. ഇത് ഒരു മുന്നറിയിപ്പാണ്. കാരണം ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരുന്നു യഹൂദന്മാർ. അതെപ്പോൾ വരും, എങ്ങനെ വരും എന്നതിനെക്കുറിച്ച് വലിയ പഠിത്തവും ചർച്ചയുമൊക്കെ അവർ നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ യേശു പറയുന്നത്, എൻ്റെ പ്രവൃത്തി ദൈവശക്തി കൊണ്ടാണെങ്കിൽ ഇനി നിങ്ങളൊരു ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട, അത് വന്നു കഴിഞ്ഞു. ഇതാണ് നിങ്ങളുടെ അവസാന ചാൻസ് എന്നാണ് കർത്താവ് അവരോട് പറഞ്ഞിരിക്കുന്നത്. താൻ പറഞ്ഞ വാചകത്തിൻ്റെ അവസാനം, എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം എന്ന് വെച്ചാൽ ആ കാര്യത്തിൽ ഇനി സംശയത്തിന് ആവശ്യമില്ല, ഇനിയൊരു കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല, ദൈവരാജ്യം വന്നിരിക്കുന്നു. പിന്നീട് യേശു ആ കാര്യം വിശദീകരിക്കുകയാണ്. ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. ഒരു ബലവാനായ മനുഷ്യൻ, അയാൾക്കൊരു അരമനയുണ്ട്, അയാളൊരു രാജാവാണ്, അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയാണ്, അയാൾക്ക് ശക്തിയുണ്ട്. അയാൾ ആയുധവർഗം ധരിച്ച് എന്ന് വച്ചാൽ ശത്രുക്കളെ നേരിടാൻ തയ്യാറെടുത്ത് തൻ്റെ അരമന, തനിക്കുള്ളതൊക്കെയും താൻ സൂക്ഷിക്കുന്നു. തൻ്റെ വീട്ടിലുള്ളവരെയോ ആരും എടുത്തുകൊണ്ട് പോകുവാൻ അയാൾ സമ്മതിക്കുന്നില്ല. തൻ്റെ വീട് കൊള്ളയടിക്കാൻ അയാൾ ആരെയും അനുവദിക്കുന്നില്ല. അയാൾ ആ വീട് കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ ബലവാൻ. പക്ഷേ ഒരു ദിവസം അയാളേക്കാൾ ബലവാനായ മറ്റൊരു വ്യക്തി വന്നു. ഈ ഒന്നാമത്തെ ബലവാൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതിലും വളരെയധികം ശക്തിയേറിയ ആയുധങ്ങൾ രണ്ടാമത് വന്നയാളുടെ കയ്യിലുണ്ട്. 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനിലും ബലവാനായവൻ വന്നു അവനെ ജയിച്ചുവെങ്കിലോ. ഒന്നാമത്തെ ബലവാൻ തനിക്കുള്ളതിനെയും തനിക്കുള്ളവരെയും തൻ്റെ കീഴിൽ തൻ്റെ ശക്തിയും ആയുധങ്ങളും ഉപയോഗിച്ച് കീഴ്പ്പെടുത്തി വച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അയാളേക്കാൾ ബലവാനായ മറ്റൊരുവൻ വന്നു ആദ്യത്തെ ബലവാനെ ജയിച്ചു. എന്താണ് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്? നമുക്കറിയാം, ഈ ഭാഗം ഒരു ഭൂതം ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കിയതിനെ തുടർന്നുണ്ടായ സംഭാഷണമാണ്. അപ്പോൾ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനെ ഭൂതബാധയിൽ നിന്നും വിടുവിച്ചതാണ് സന്ദർഭം. ഇവിടെ കർത്താവ് പറയുന്നു, ഒരു ബലവാനുണ്ടായിരുന്നു, ആ ബലവാൻ ആയുധവർഗം ധരിച്ച് തനിക്കുള്ളതിനെയൊക്കെയും തൻ്റെ അരമനയെ കാത്തുകൊണ്ടിരുന്നു. ആരും ആ അരമനയിൽ കയറി അവിടെ നിന്ന് ഒന്നും എടുക്കാൻ അയാൾ സമ്മതിച്ചില്ല, ആരെയും പിടിച്ചുകൊണ്ടു പോകാനും സമ്മതിച്ചില്ല. ആരാണ് ഈ ബലവാൻ? ഈ ഒന്നാമത്തെ ബലവാൻ സാത്താനാണ്. യഹൂദന്മാർ യേശുവിനെ എതിരെ ഉന്നയിച്ച ആരോപണം ബേൽസബൂൽ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്നാണല്ലോ. ഈ ഭൂതങ്ങളുടെ തലവനെക്കുറിച്ചാണ് കർത്താവ് ഇപ്പോൾ പറയുന്നത്. ഭൂതങ്ങളുടെ തലവനായ സാത്താൻ തൻ്റെ കീഴിൽ ഉള്ള ആളുകളെ തൻ്റെ ബലവും ആയുധവും ഉപയോഗിച്ച് കീഴ്പ്പെടുത്തി വച്ചിരിക്കുകയായിരുന്നു.
അവർക്ക് സാത്താൻ്റെ അരമനയിൽ നിന്നും അവൻ്റെ ബന്ധനത്തിൽ നിന്നും രക്ഷയില്ലായിരുന്നു. കാരണം സാത്താൻ ബലവാനായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ സാത്താനേക്കാൾ ബലവാനായ ഒരുവൻ വന്നിരിക്കുന്നു. ആ രണ്ടാമത്തെ ബലവാൻ അഥവാ സാത്താനേക്കാൾ ബലവാനായവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. താൻ എന്താണ് ചെയ്തത്? അനേക ആളുകളെ തൻ്റെ അരമനയിൽ ബന്ധിച്ച് സൂക്ഷിച്ചിരുന്ന ആ ഒന്നാമത്തെ ബലവാനെ ജയിച്ചു. അവൻ ആശ്രയിച്ചിരുന്ന സർവായുധവർഗം പിടിച്ചു പറിച്ച് അവൻ്റെ കൊള്ള പകുതി ചെയ്യുന്നു. എന്നുവെച്ചാൽ ഒന്നാമത്തെ ബലവാൻ്റെ കീഴിൽ ഉണ്ടായിരുന്നത് അവയെല്ലാം തന്നേക്കാൾ ബലവാനായവൻ വന്നപ്പോൾ അവയെ സ്വതന്ത്രമാക്കി അതിനെ കൊള്ള ചെയ്തിരിക്കുകയാണ്. സാത്താൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യർക്ക് വിമോചനം നൽകുവാൻ സാത്താനേക്കാൾ ശക്തനായ ഒരു ബലവാനെ സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. താൻ സാത്താനേക്കാൾ ശക്തനാണ്. സാത്താൻ ശക്തനാണ്, സർവശക്തനല്ല. സാത്താന് ജ്ഞാനമുണ്ട്, താൻ സർവജ്ഞാനിയല്ല. സാത്താനേക്കാൾ ബലമുള്ളവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. താൻ വന്ന് സാത്താനെ ബന്ധിച്ച് ആളുകളെ സ്വതന്ത്രരായി വിട്ടു തുടങ്ങിയിരിക്കുന്നു. ഭൂതം ബാധിച്ച ആളുകളെ കർത്താവായ യേശു ക്രിസ്തു സൗഖ്യപ്പെടുത്തിയപ്പോൾ താൻ പറഞ്ഞത്, ഞാൻ സാത്താനേക്കാൾ ബലവാനാണ്. സാത്താനെ പിടിച്ചു കെട്ടുവാനുള്ള, അവനെ തോൽപ്പിക്കാനുള്ള, അവൻ്റെ സർവായുധവർഗം പിടിച്ചു പറിക്കാനുള്ള ശക്തി എനിക്കുണ്ട്. ആ നിലയിൽ ഞാൻ സാത്താൻ്റെ അടിമത്തത്തിലായിരുന്ന ആളുകളെ വിടുവിക്കുന്നു. പിന്നെ താൻ അടുത്തതായി പറഞ്ഞത് 23-ാം വാക്യം, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. ഈ വാക്യം ഈ പ്രത്യേക സാഹചര്യത്തിൽ വേണം നാം മനസ്സിലാക്കാൻ. രണ്ട് ബലവാന്മാർ, ഒന്ന് പിശാച്, രണ്ട് പിശാചിനേക്കാൾ ബലവാനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ രണ്ട് കൂട്ടരുടെ ഇടയിൽ ഒരു സമാധാനം, ഒരു മധ്യസ്ഥത സാധ്യമല്ല. ഒന്നുകിൽ നിങ്ങൾ പിശാചിൻ്റെ പാർട്ടിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാർട്ടിയിൽ. ഒന്നുകിൽ നിങ്ങൾ എന്നോട് ചേരുന്നു, ആളുകളെ എന്നോട് ചേർക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്ത് എൻ്റെ കൂടെയുള്ളവരെ നിങ്ങൾ ചിതറിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് കർത്താവ് പറഞ്ഞത്. താൻ ഇങ്ങനെ പറഞ്ഞതിന് ഒരു കാരണം കൂടിയുണ്ട്. ഞാൻ പിശാചിൻ്റെ അടിമത്തത്തിലിരുന്ന ആളുകളെയാണ് വിടുവിച്ചത്. ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ പിശാചിനെതിരായാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നോടുകൂടെ പ്രവർത്തിക്കുന്നത്. എനിക്കും പിശാചിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. താനത് തീർത്തു പറഞ്ഞു. അതിനുശേഷം താനൊരു കഥ പറയുകയാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു അശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ആ അശുദ്ധാത്മാവ് ആ മനുഷ്യനെ വിട്ടിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരഞ്ഞു നടന്നു. പക്ഷേ താനത് കണ്ടില്ല. അത് കാണാഞ്ഞിട്ട് അയാൾ മടങ്ങി വന്നപ്പോൾ ദുരാത്മാവ് വിട്ടിട്ട് പോന്ന ആ ഭവനം, ആ ഹൃദയം അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. ആ ദുരാത്മാവ് പോയി തന്നിലും ബലമേറിയ 7 ദുരാത്മാക്കളെ കൂട്ടി ആ മനുഷ്യൻ്റെ ഉള്ളിൽ വന്ന് വീണ്ടും താമസിച്ചു. ആ വ്യക്തിയുടെ അവസ്ഥ മുമ്പത്തേതിലും വഷളായി എന്നും കർത്താവ് പറഞ്ഞു. എന്താണ് ഈ ഉപമയുടെ അർത്ഥം? ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും ദുരാത്മാവ് പോയി. അയാളുടെ അവസ്ഥ മോശമായിരുന്നു. ദുരാത്മാവാണ് അയാളെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ ദുരാത്മാവിൽ നിന്നും അയാൾക്ക് വിടുതൽ ലഭിച്ചു. പക്ഷേ അയാളുടെ ഹൃദയത്തെ സൂക്ഷിക്കാനുള്ള ശക്തി ആ മനുഷ്യനില്ലായിരുന്നു. ദുരാത്മാവ് വിട്ടുപോയ ആ മനുഷ്യൻ തൻ്റെ ഹൃദയത്തെ മറ്റ് ദുരാത്മാക്കളിൽ നിന്നും സംരക്ഷിക്കുവാനായി ഈ ദുരാത്മാക്കളിലും ബലമേറിയ ഒരാളെ തൻ്റെ ഹൃദയത്തിൻ്റെ
സംരക്ഷണം ഏൽപ്പിക്കണമായിരുന്നു. അത് ആ മനുഷ്യൻ ചെയ്തില്ല. ദുരാത്മാവ് പോയി കഴിഞ്ഞ് ഈ ഭവനം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടിരിക്കുകയായിരുന്നു. അവിടെ ആരും താമസിക്കുന്നില്ലായിരുന്നു. ദുരാത്മാവ് ചില നാളുകൾക്ക് ശേഷം മടങ്ങി വന്നപ്പോൾ ഈ വീട് വൃത്തിയാക്കി താമസയോഗ്യമായി കിടക്കുന്നത് കണ്ടു. ആ ദുരാത്മാവ് ഉടനെ ആ വീട്ടിൽ കയറി താമസിച്ചില്ല. ഇനി ആരും പെട്ടെന്ന് തന്നെയോ തൻ്റെ സുഹൃത്തുക്കളെയോ ഇവിടുന്ന് പുറത്താക്കാൻ പാടില്ല. അതുകൊണ്ട് പോയി മറ്റ് 7 ദുരാത്മാക്കളെയും കൂട്ടിക്കൊണ്ടുവന്നു. കർത്താവ് എന്തിനാണ് ഈ ഉപമ പറഞ്ഞത്? കർത്താവ് ഈ ഉപമ പറഞ്ഞത് അവനെ അംഗീകരിക്കാൻ മനസ്സില്ലാതിരുന്ന യഹൂദന്മാരോടാണ്. യഹൂദന്മാർ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് ചീത്ത കാര്യങ്ങൾ അവർ ഒഴിവാക്കി. ഉദാഹരണത്തിന്, ഇസ്രായേൽ മക്കൾ വിഗ്രഹങ്ങളുടെ പുറകെ പോകുമായിരുന്നു. അവർ വിഗ്രഹാരാധികളായിരുന്നു. എന്നാൽ ദൈവം അവരെ ബാബേൽ പ്രവാസത്തിലേക്ക് അയച്ചതിന് ശേഷം അവർ മടങ്ങി വന്നു കഴിഞ്ഞ് അവരുടെ ഇടയിൽ വിഗ്രഹങ്ങളില്ലായിരുന്നു. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യഹൂദന്മാർ വിഗ്രഹാരാധന നടത്തിയിരുന്നില്ല. പക്ഷേ അവർ ദൈവത്തിൻ്റെ പ്രതിമയായ, ദൈവത്തിൻ്റെ പ്രതിരൂപമായ കർത്താവായ യേശു ക്രിസ്തുവിനെ, അവരുടെ മെശിഹയെ തള്ളിക്കളഞ്ഞു. അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അന്യദൈവങ്ങളെ അവർ മാറ്റി. പക്ഷേ അവരുടെ ഹൃദയത്തെ സൂക്ഷിക്കുവാൻ ബലമുള്ളവനെ അവരുടെ ഹൃദയത്തിലേക്ക് കൈക്കൊണ്ടില്ല. അതുകൊണ്ടാണ് അവരുടെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വഷളായത്. പല ആളുകളും അവരുടെ ഹൃദയങ്ങളിൽ നിന്നും അവരുടെ ജീവിതത്തിൽ നിന്ന് പല ചീത്ത കാര്യങ്ങളെയും ഒഴിവാക്കും. പക്ഷേ അവർ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം പിശാചിനേക്കാൾ ബലവാനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ആ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നതാണ്. അത് ചെയ്യാതിരുന്നാൽ അവരുടെ ഹൃദയത്തെ പിശാചിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും സൂക്ഷിക്കുവാൻ അവർക്ക് കഴിയില്ല. അതിനുള്ള ബലം അവർക്കില്ല. എന്നാൽ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വസിച്ചാൽ ദുഷ്ടാത്മാക്കളെ, അവരുടെ ജീവിതത്തിൽ അശുദ്ധമായ കാര്യങ്ങൾ, അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനം കടന്നു വരുന്നത് തടയാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. അത് ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ മാനസാന്തരം, നിങ്ങളുടെ സ്വയശക്തിയിൽ, നിങ്ങളുടെ വിൽ പവറിൽ ഊന്നി ചെയ്ത ശുദ്ധീകരണം അതൊന്നും നിലനിൽക്കുകയില്ല. ബലവാനായവൻ വരണം. പിശാചിനേക്കാൾ ബലവാനായവൻ വരണം. അവൻ നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഹൃദയം സൂക്ഷിക്കണം. അതിന് അവൻ ശക്തനാണ്. പ്രിയ സുഹൃത്തേ, നിങ്ങൾ പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കാണും, നല്ലത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ നിന്നും ചീത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നതാണ്. അത് താങ്കൾ ചെയ്തിട്ടുണ്ടോ? ഈ പരിപാടിയുടെ CD ആവശ്യമുള്ളവർ ഞങ്ങളുടെ വിലാസം വചനദീപം, പോസ്റ്റ് ബോക്സ് നമ്പർ 2506, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി, വചനദീപം, പോസ്റ്റ് ബോക്സ് നമ്പർ 2506, ബാംഗ്ലൂർ 25. വചനദീപം